KPCC എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. കെ സുധാകരന് പകരം ചുമതല നൽകുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ പ്രത്യേകം കണ്ടു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, എന്തൊക്കെയാണ് ഈ എക്സിക്യൂട്ടീവ് യോഗം പുരോഗമിക്കുന്ന വേളയിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, ഇന്ന് 10:45 കൂടിയാണ് ഇന്ദിരാഭവനിൽ KPCCയുടെ എക്സിക്യൂട്ടീവ് യോഗം ആരംഭിച്ചത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷനായാണ് യോഗം ആരംഭിച്ചത്. കൂടാതെ പുതുതായി കേരളത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുധാകരൻ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശോധനകൾക്കായി നാളെ US തിരിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർത്തത്. ആരാകും പകരം സുധാകരന് വേണ്ടി ചുമതല വഹിക്കുന്നതെന്ന കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമാകും. കൂടാതെ സർക്കാരിനെതിരെയുള്ള തുടർ സമരങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 40 മണ്ഡലം പ്രസിഡന്റുമാരുടെ 2ാം ഘട്ട പട്ടികയെ ചൊല്ലിയും വിവിധ കോണുകളിൽ ഭിന്നത വന്നിരുന്നു. ആ ഒരു കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നറിയുന്നു. കൂടാതെ അടുത്ത മാസം 7-ന് വണ്ടിപ്പെരിയാറിൽ KPCC സംഘടിപ്പിക്കുന്ന ഒരു ജനകീയ കൂട്ടായ്മ കൂടിയുണ്ട്. ഈ ഒരു കൂട്ടായ്മ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളും ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു KPCC എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായിട്ട് തന്നെ ദീപാദാസ് നേതാക്കളെ പ്രത്യേകമായി കണ്ടിരുന്നു. VD സതീശൻ, ബെന്നി ബെഹനാൻ, KC ജോസഫ് എന്നിവരെയാണ് പ്രത്യേകമായി കണ്ടത്. ഇത്തരത്തിൽ ഗ്രൂപ്പുകളോടുള്ള അവഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ A ഗ്രൂപ്പ് നേതാക്കൾ ദീപാദാസിനെ അറിയിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടിയാണ് അറിയുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു മഞ്ചേശ്വരത്ത് നിന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒരു കേരള പര്യടനം സമരാഗ്നി പരിപാടിയുണ്ട്. ഇത് യോഗത്തിൽ ചർച്ചയാകുമെന്ന് അറിയുന്നുണ്ട്. പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ഈ ഒരു ഗ്രൂപ്പുകൾ, AI ഗ്രൂപ്പുകൾ ദീപാദാസ് മുൻഷിക്ക് മുൻപിൽ പരാതി അറിയിച്ചിട്ടുണ്ടെന്ന വിവരവുമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അജിംഷാദ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത്.